ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ വിശേഷം രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കയറി കണ്ടോ? കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി കാണുക. അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് നാളത്തെ വിശേഷം കേൾക്കാനാണ്. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ അനിയുടെ വിവാഹം അത് തീരുമാനിക്കുകയാണ്. അനുയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. അത് ദേവയാനി എടുത്ത തീരുമാനമാണ് കേട്ടോ. അത് ഇന്നത്തെ സീനിലുണ്ടായിരുന്നതാണ്. അങ്ങനെ ദേവയാനി ആ ഒരു തീരുമാനം എടുക്കുന്നു. മുത്തശ്ശൻ്റെ സന്തോഷത്തിന് വേണ്ടി, അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. വിവാഹമൊക്കെ നടക്കുമ്പോഴത്തേക്കും ആകപ്പാടെ കുടുംബത്തിലെല്ലാവർക്കും ഒരു സന്തോഷം കാണുമല്ലോ, പ്രത്യേകിച്ച് കാർന്നോമാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദേവയാനി ആ ഒരു തീരുമാനം എടുത്തതും അവിടെ പറയുന്നതും ഒക്കെ. എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ നമ്മുടെ അനിക്ക് അത്രയ്ക്ക് സന്തോഷമൊന്നും ആയിട്ടില്ല കേട്ടോ. അനി നയനയോട് പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ ഈ വിവാഹം കഴിക്കണമെന്നൊന്നും ഇപ്പോഴൊന്നും വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എങ്കിൽ പോലും തനിക്കിഷ്ടം വേറൊരു പെണ്ണിനെയാണെന്ന് പറഞ്ഞു. ആ പെണ്ണ് വേറെ ആരുമല്ല, നമ്മുടെ നന്ദു ആണ് കേട്ടോ. അപ്പം നന്ദു ആണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കാണിക്കാൻ പോകുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദുവിന് ആകെപ്പാടെ ടെൻഷൻ തന്നെയാണ്. നന്ദു എപ്പോഴും അനിയുടെ കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ആ റൂമിനകത്ത് ഇരിക്കുന്നത്. പണ്ടത്തെ ആ ഒരു പ്രസരിപ്പോ, അതുപോലെ തന്നെ പണ്ട് പുറത്തൊക്കെ ഒരുപാട് പോകുമായിരുന്നു, അങ്ങനെയൊന്നും പോകുന്നില്ല. അങ്ങനെ കനകദുർഗ വരുന്നു. കനകദുർഗ ഇങ്ങനെ അടുക്കളയിൽ ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുമ്പം, നീ എന്താടി റൂമിൽ തന്നെ ഇരിക്കുന്നത്, നിനക്കെന്താ വിശക്കുന്നൊന്നുമില്ലേ? സാധാരണ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ വിശപ്പ് നിനക്കായിരുന്നു. നീയല്ലായിരുന്നോ ഇവിടെ കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്? വേറൊന്നുമല്ല, നീ എക്സസൈസൊക്കെ ചെയ്യുന്നത് കൊണ്ട് നീ നന്നായിട്ട് ആഹാരം കഴിക്കുമായിരുന്നു. ഇപ്പം എന്താ എൻ്റെ മോളെ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹേയ് ഒന്നുമില്ലമ്മേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് നന്ദു പറയുന്നത്. എങ്കിൽ പോലും നന്ദു വീണ്ടും വീണ്ടും അനിയുടെ ആ ഒരു വിവാഹ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അന്ന് നടന്ന ആ ഒരു സംഭവങ്ങളൊക്കെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവരുടെ ഇഷ്ടം അവർ തുറന്നു പറഞ്ഞതും രണ്ടു കൂട്ടരും വിവാഹം നടത്താമെന്ന ആ ഒരു ഉറപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിക്കുകയും നമ്മുടെ അനി നന്ദുവിനെ പൊക്കിയെടുക്കുന്ന ഒരു രംഗങ്ങളൊക്കെ ഒരു ചെറിയ സന്തോഷം എന്തോന്നപ്പോൾ അങ്ങനെ ഒരു സീനുണ്ടായിരുന്നല്ലോ. നന്ദുവിനെ പൊക്കിയെടുത്ത് കറക്കുന്ന ആ ഒരു ഇതൊക്കെ അങ്ങ് മനസ്സിലങ്ങ് വിചാരിച്ച് വല്ലാതെ ധർമ്മസങ്കടത്തിലിരിക്കുമ്പോഴാണ് നയനെ വിളിക്കുന്നത്. അങ്ങനെ നയനെ വിളിക്കുമ്പോൾ കനകദുർഗയാണ് ഫോൺ എടുക്കുന്നത്. എന്താ മോളെ എന്ന് ചോദിക്കുമ്പം, എന്തെങ്കിലും പ്രശ്നമുണ്ടേ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, പ്രശ്നമൊന്നുമില്ലമ്മേ, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. അതെ, ഇവിടെ ഉടനെ ഒരു വിവാഹം നടക്കാൻ പോവുക, നമ്മുടെ അനിയുടെ വിവാഹം അത് ഉടനെ ഉണ്ടാകും. അതുപോലെ തന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. മുത്തച്ഛൻ്റെ രോഗം അത് പൂർണ്ണമായിട്ട് മാറ്റിത്തരാമെന്ന് ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കനകദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമായി. കനകദുർഗ ഭയങ്കര സന്തോഷത്തിലാണോ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നന്ദു ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അതിനിടയ്ക്കായിട്ട് നമ്മുടെ നയനയുടെ കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പം ആദർശ് മോളോട് സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ അത്രയ്ക്ക് പെട്ടെന്ന് ഇപ്പം ആകാറായില്ലല്ലോ മേ, ഞാനതൊരു തെറ്റാണല്ലോ ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ പതിയെ എല്ലാം മറക്കുകയുള്ളൂ, അത്ര പെട്ടെന്നൊന്നും ആരും മറക്കുമല്ലോ. സാരമില്ല മോള് എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ചു പിടിച്ച് അവിടെ നിൽക്ക്. ആദർശ് മോൻ പാവാ, അവനറിയാം, അവൻ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ അതൊക്കെ മറന്നോളും, കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത മുറിവുകളൊന്നും ഇല്ലല്ലോ, ഈ വിവാഹമൊക്കെ കഴിയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നന്ദു ഇങ്ങനെ ശ്രദ്ധിച്ചു, വിവാഹമോ? ആരുടെ വിവാഹം? അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ചോദിച്ചു, അല്ല എന്താ നയനേച്ചി വിളിച്ച് പറഞ്ഞത്? അത് പിന്നെ അവിടുത്തെ നമ്മുടെ അനിയില്ലേ, അനിയുടെ വിവാഹം ഉടനെ കാണും, മിക്കവാറും ഈ മാസം തന്നെ കാണും. ഇത് കേട്ടതും ഒരൊറ്റ ഷോക്കായിരുന്നു നന്ദുവിന്. എന്താണ് പിന്നെ മറുപടി പറയേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ കനകദുർഗ ഇങ്ങനെ മനസ്സിലല്ല പറയുകയാണ്, ഏതായാലും നല്ല കാര്യം, വിവാഹമൊക്കെ നടക്കട്ടെ. ശരിയാമ്മേ എന്നൊക്കെ ഇങ്ങനെ പതുക്കെ നമ്മുടെ നന്ദുവും പറയുന്നുണ്ടെങ്കിലും നന്ദുവിൻ്റെ മനസ്സിൽ മൊത്തം എന്താ പറയുക, വല്ലാത്ത വേദന തന്നെയാണ്. കനകദുർഗ അങ്ങ് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ നന്ദു പൊട്ടി കരയുന്നു. കരച്ചിൽ സഹിക്കാൻ കഴിയുന്നില്ല. വാതിലടച്ചിട്ട് കരയുക. അപ്പം വാതിലടച്ചിട്ട് കരയുന്നു. അപ്പം കനകദുർഗ ഇവളെന്തെടുക്കുക എന്ന് പറഞ്ഞ് വീണ്ടും വന്നു, വാതിലയിലൊക്കെ മുട്ടുകയാണ്. അപ്പം നമ്മുടെ നന്ദു പെട്ടെന്ന് കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് പറഞ്ഞു, അതേ ഞാൻ പുറത്ത് വരെ പോവാമെന്നും പറഞ്ഞ് പുറത്തേക്ക്, അതായത് അവിടെ നിന്ന് അവിടെ വേറെ നമ്മുടെ കനകദുർഗ വേറെ ഒന്നും ചോദിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ, ഈ പെണ്ണിന് ഇതെന്ത് സൂക്കേടാ, ഈ പെണ്ണ് എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഈ ബെഡ് പോലും വിരിച്ചിട്ടിട്ടില്ല ഈ പെണ്ണ്, ഇവളെയാണ് ഒരു വീട്ടിൽ കെട്ടിച്ചു വിടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ബെഡ് വിരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ തലകണക്കടിയിൽ നിന്ന് ഒരു ചെറിയ കാർഡിനകത്ത്
നന്ദു ലവ് അനി എന്നെഴുതി വെച്ചിരിക്കുകയാണ് നമ്മുടെ അനിയല്ല നന്ദു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കനകദുർഗയുടെ പിടി അങ്ങോട്ട് വിട്ടു. കനകദുർഗയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. കനകദുർഗയ്ക്ക് ഇത് കണ്ടാൽ സഹിക്കുമോ? ഒരു 2 മക്കൾ അവിടെ പോയി കിടന്ന് സഹിക്കുന്നത് നമ്മുടെ കനകദുർഗയ്ക്ക് അറിയാം. ഒരിക്കലും കനകദുർഗ അംഗീകരിക്കില്ല ഈ കാര്യം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇത് ആരെങ്കിലും അറിഞ്ഞാലും വലിയ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് വെപ്രാളപ്പെടുക കേട്ടോ കിടന്ന്. പാവം ഒരു അമ്മയുടെ ആ ഒരു സങ്കടമാണ് കാണുന്നത്. ഇപ്പം ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയും നന്ദുവും കൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ അനി നന്ദുവിനെ വിളിച്ചു വരുത്തി എനിക്ക് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി കാര്യങ്ങളൊക്കെ പറയുകയാണ് വിവാഹത്തിൻ്റെ. അതിനിപ്പം താൻ എന്തിനാണോ എന്നോട് പറയുന്നത്? തനിക്ക് വിവാഹം അത് താൻ തീരുമാനിക്കണം. അതിപ്പോൾ എന്നോട് ചോദിച്ച് ഡിസിഷൻ എടുക്കേണ്ട കാര്യമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നന്ദുവിൻ്റെ മനസ്സിലുള്ളതൊന്നും തുറന്നു പറയുന്നില്ല. അപ്പോൾ അനി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനിക്ക് നന്ദുവിൻ്റെ മനസ്സിലൊന്നുമില്ല, നന്ദു എന്നെ സ്നേഹിക്കുന്നില്ല, അവൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന ആ ഒരു ധാരണയാണ് അനിക്കും. അപ്പം പിന്നെ അനിക്ക് ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അനി ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അനി സമ്മതിക്കില്ല. നമ്മുടെ നന്ദു മുളുകയാണെങ്കിൽ സമ്മതിക്കില്ല. നന്ദുവിന് അത്രയ്ക്ക് ജീവൻ തന്നെയാണ് നമ്മുടെ അനിക്ക്. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ അഭി കുറേ ഫോട്ടോസൊക്കെ, അതായത് നവ്യയുടെ ഫ്രണ്ടുമായിട്ട് നിൽക്കുന്ന കുറേ ഫോട്ടോയൊക്കെ നേരെ കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുകയാണ്. അത് അയക്കാൻ വേണ്ടി, അനന്തപുരിയിലേക്ക് തന്നെ അയക്കാൻ വേണ്ടി കൊടുത്തു. അത് കൊടുത്തിട്ട് വലിയ സന്തോഷത്തോടു കൂടിയാട്ടോ വരുന്നത്. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് വരുന്നു. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റിൽ എഴുതിയേക്കുന്നത് എന്താണെന്ന് അറിയില്ല. മുത്തശ്ശൻ എഴുതി വെച്ചല്ലോ. അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റിൽ എന്തായിരിക്കും, അതൊക്കെ കീറി കളയുകയും ചെയ്തു. അപ്പോൾ എനിക്കെടുത്ത് നോക്കാനും പറ്റിയില്ല. ഈശ്വര, അതിലെന്തായിരിക്കും എഴുതിയിരിക്കുന്നത് എന്ന ആ ഒരു ഇതിൽ പെട്ടെന്ന് ചെന്ന് വേസ്റ്റ് ബാസ്ക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് കാണുന്നില്ല. ഇത് അവളെടുത്തുകൊണ്ട് കളഞ്ഞതായിരിക്കും, വേലക്കാരി എടുത്തുകൊണ്ട് പോയി മിക്കവാറും കളഞ്ഞു കാണുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനന്തപുരി തറവാട്ടിൻ്റെ വെളിയിൽ ഒരു വലിയ വേസ്റ്റ് ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഈ മുനിസിപ്പാലിറ്റിക്കാരൊക്കെ വന്ന് എടുക്കാൻ വേണ്ടി. അപ്പം ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ പോയി കിടന്ന് തപ്പ നമ്മുടെ ജലജ. അങ്ങനെ അവിടെ വേറൊരു ഭിക്ഷക്കാരനൊന്നും പറയാൻ പറ്റില്ല, വേറെ എന്തോ ഭിക്ഷക്കാരെന്ന് പറയാം, വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾ. വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന ആളല്ല, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഒരുമാതിരി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാകും. അങ്ങനെ തപ്പി ചെന്നപ്പോൾ അയാളെ പെട്ടെന്ന് കാണുന്നു. ജലജ ഞെട്ടിപ്പോകുമ്പോഴത്തേക്കും അയാൾ ചോദിക്കുക, നിങ്ങളെന്താ എൻ്റെ കഞ്ഞി പാറ്റിയിടാൻ വന്നാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, എൻ്റെ പൊന്നോ ഞാൻ അതിനൊന്നും വന്നതല്ല, എനിക്കിതിൽ നിന്നൊരു സാധനം എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും തപ്പിപ്പിടിച്ച് തടഞ്ഞ് പിടിച്ച് ആ ഒരു ഇതെടുക്കുകയാണ്. ആ ഒരു ഇതെടുക്കുന്നു. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ അഭി എത്തിയിട്ട് ഇതെന്താ അമ്മ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം, അതെ ഇത് വേറൊന്നുമല്ല മോനെ, ആ എഗ്രിമെൻറ്റിൽ എന്താ എഴുതിയേക്കുന്നതെന്ന് നമുക്കറിയണ്ടേ, അതാണെന്നും പറഞ്ഞുകൊണ്ടാണ് അത് തപ്പിപ്പിടിച്ച് തടഞ്ഞു പിടിച്ച് അത് വെക്കുന്നത് കേട്ടോ. ഏതായാലും അതിലെഴുതിയേക്കുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ട്വിസ്റ്റാണ്. ഒത്തിരി പ്രതീക്ഷയോടു കൂടിയാണ് നമ്മുടെ അഭി അത് നോക്കുന്നതും ജലജ അത് നോക്കുന്നതും. പക്ഷേ അതിലെഴുതി വെച്ചിരിക്കുന്നത് ഇത് കൂട്ടുകുടുംബമായിട്ട് തന്നെ നിൽക്കണം, ഇതൊരിക്കലും പിരിഞ്ഞു പോകാൻ പാടില്ല, ഈ കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്ന കാലം അത്രയും എല്ലാവർക്കും തുല്യ അവകാശം തന്നെയാണ് ഇതിനുള്ളത്. പക്ഷേ ഇത് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണ അവകാശം ആദർശ്, ദേവയാനി, ജയൻ, പിന്നെ നമ്മുടെ അനിയുടെ അമ്മ, അനിയുടെ അച്ഛൻ, അങ്ങനെ കുറച്ച് പേരുടെ പേരിൽ അവകാശം മാത്രം വരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ജലജയ്ക്ക് ഇങ്ങ് പിടിവിട്ട് പോവുക. ജലജ ഒത്തിരി പ്രതീക്ഷിച്ചു ജലജയുടെ പേരിലും കൂടെ എഴുതി വെക്കുമെന്ന്. അങ്ങനെ ഈ കാർന്നോരെന്താ ഈ കാണിക്കുന്നത്, ഇതിലും ഭേദം ആ കാർന്നോർ ചാകുന്നതായിരുന്നു നല്ലത്. ദൈവമേ ഈശ്വര, എത്രയും പെട്ടെന്ന് ചത്താൽ മതിയായിരുന്നു അങ്ങേരെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജലജ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സമയത്താണ് അവിടെ അടുത്ത സംഭവം നടക്കാൻ പോകുന്നത്. ആ ഒരു ഫോട്ടോ എത്തി അത് അവരുടെ കയ്യിലൊക്കെ കിട്ടും. അവരുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറിയാലോ എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ നവ്യ വീടിന് പുറത്താകുമോ, അഭിയുടെ ആ ഒരു ഇതൊക്കെ നടക്കുമോ, അതോ അഭിയുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പൊട്ടി പാളീസായി പോകുമോ എന്നൊന്നും അറിയില്ലല്ലോ അല്ലേ. ഏതായാലും അഭി ജയിക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ നവ്യ ആരാമോള്, നവ്യ പിടിച്ച് നിൽക്കും, നയന നവ്യനെ പിടിച്ച് നിർത്തും. പക്ഷേ ആ ഒരു ഫോട്ടോ എല്ലാവരും കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ വേറൊരു സീൻ കാണിക്കുന്നത് നമ്മുടെ അനിയുടെ പേരിൽ 2-3 ബ്രാഞ്ച് ഓപ്പൺ ആക്കുകയാണ്. അപ്പം വിവാഹമൊക്കെ ആകാറായല്ലോ. അപ്പോൾ ഇവരുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ 2-3 ബ്രാഞ്ചും കൂടെ അനിയുടെ പേരിൽ ഓപ്പൺ ആക്കുകയാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും അനീനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അനീനെ ഏൽപ്പിച്ചിട്ട്
അനിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാക്കിയെടുക്കണമല്ലോ. അത് നമ്മുടെ ദേവയാനിയുടെ തീരുമാനമാണ്. ഇത് കേട്ടപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ ജലജയ്ക്ക് ഒരു സമാധാനവും ഇല്ല. എൻ്റെ മക്കൾക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല, ഇതെന്താ എൻ്റെ മക്കളെ ആരും അംഗീകരിക്കാത്തതെന്നും പറഞ്ഞുകൊണ്ട് അവിടെ വലിയൊരു വഴക്കാകുകയാണ്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം തന്നെയാട്ടോ വരുന്നത്. ഏതായാലും നമ്മുടെ അനാമിക ഇനി വന്നു കഴിയുമ്പം ആകപ്പാടെ മാറിത്തിരിയും. അനാമിക തന്നെയാണ് വരുന്നത് കേട്ടോ. അനിയുടെ ഭാര്യയായിട്ട് അനാമിക തന്നെയാണ് വരുന്നത്. ആ വിവാഹം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഏതായാലും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പോൾ ഇനിയിപ്പം നാളെ ഫുൾ വിശേഷമായിട്ട് വരാമേ. വൈകിട്ട് നമ്മൾ ഇടില്ല. ഇപ്പം പ്രമോ ഇട്ടതുകൊണ്ടാണ് വൈകിട്ട് പ്രമോ ഇടാത്തത്. വൈകിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചുയുടെയും പ്രമോ ഇടുവേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.